ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വട്ടിയർസ്. ഇന്ന് മാർച്ച് 30, 2025. ഇത് നമ്മുടെ സെക്കൻഡ് ട്രേഡ് ആണ്. ഫസ്റ്റ് ട്രേഡിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഇത് അവൈലബിൾ ആണ്. ഓക്കെ, ഈ ട്രേഡ് ഓൾറെഡി ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ട്രേഡ് ആ ടൈമിൽ ഞാൻ റെക്കോർഡ് ചെയ്തില്ല. പക്ഷേ ഞാൻ ഒരു ദിവസം 2 ട്രേഡ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഇതെൻ്റെ സെക്കൻഡ് ട്രേഡാണ്. സെക്കൻഡ് ട്രേഡിന് ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ അന്ന ദിവസം ഞാൻ ഒരു ട്രേഡ് മാത്രമേ കൺസിഡർ ചെയ്യൂ. അപ്പോൾ ഇന്നൊരു ഓപ്പർച്യൂണിറ്റി വന്നുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ട്രേഡ് എടുത്തത്. ടൈം ഇപ്പം രാത്രി 10:30 ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴാണ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ലോജിക്ക് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ട്രേഡ് അനലൈസ് ചെയ്യുന്നത് 1 അവർ, അതിനുശേഷം 15 മിനിറ്റ്സ്, പിന്നെ 3 മിനിറ്റ്സോ 5 മിനിറ്റ്സിലാണ് ട്രേഡ് എടുക്കുന്നത്. എൻ്റെ എൻട്രി ഓർ എക്സിറ്റ് 3 മിനിറ്റ്സോ 5 മിനിറ്റിലാണ്. പക്ഷേ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നത് 50 മിനിറ്റിലും 1 അവറിലും. ഓക്കെ, 1 അവറിൻ്റെ ചാർട്ടിൽ നമുക്ക് പോയി നോക്കി നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡാണ്. ഒരു മേജർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നല്ലൊരു ഫോള് തന്നു. മാർക്കറ്റ് ഒരു റീട്രേസ്മെൻറ്റ് ഫേസിൽ നിൽക്കുകയാണ്. നമ്മൾ മാർക്കറ്റിൻ്റെ റീട്രേസ്മെൻറ്റ് ഫേസ്, അതായത് ഈ ഒരു സെല്ലിൽ നിന്നും ഈ ഒരു ഡൗൺ ബോട്ടം വരെ നമ്മൾ ഫിബ് വരയ്ക്കുകയാണെങ്കിൽ മാർക്കറ്റ് 61.8% റിജക്ഷൻ തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്ക് ഈ ഇടയിലുള്ള ഒരു ഫിബ് ലെവൽസിലും 23.6-ലും 38.2-ലും 50%-ലൊന്നും മാർക്കറ്റ് നല്ലൊരു റിയാക്ഷൻ തന്നിട്ടില്ല. അവിടെ നിന്നൊരു റിജക്ഷൻ ഒന്നും തന്നിട്ടില്ല. മാർക്കറ്റ് ഡയറക്റ്റ് 61.8-ലാണ് വന്ന് റിജക്ഷൻ തരുന്നത്. മാർക്കറ്റ് ഇവിടെ നല്ലൊരു ക്ലോസ് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കൺസിഡർ ചെയ്യുന്നത് മാർക്കറ്റ് വീണ്ടും ഒരു അപ്പിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ നമ്മളൊരു കൺസിഡറേഷൻ കൊടുത്താലും ഇവിടെ ഒരു നല്ല റെസിസ്റ്റൻസ് ലൈൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ ഒരു ഏരിയ മുകളിൽ ക്ലോസ് ചെയ്യുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഒരു 90% കേസിലും ഈ മാർക്കറ്റ് മറ്റൊരു ഫിബ് ലെവൽ റിജക്ഷൻ തരാതെ 61.8-ൽ റിജക്ഷൻ എത്തുകയാണെങ്കിൽ അവിടെ നമുക്കൊരു റിജക്ഷൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് കൂടെ ഞാൻ വെയിറ്റ് ചെയ്തു. അതുപോലെ ഈ 1 അവറിൽ നമുക്ക് കാണാൻ പറ്റും, നമുക്കൊരു ട്രെൻഡ് ഫോർമേഷൻ ഉണ്ട്. താഴെ ഒരു മൈക്രോ ട്രെൻഡ് ടൈപ്പ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. അതായത് താഴത്തെ ട്രെൻഡിൽ ലിക്വിഡിറ്റിയും ഉണ്ട്. നമുക്കിനി 50 മിനിറ്റ് ചാർട്ടിലോട്ട് 50 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് എന്താണ് മുകളിലോട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ വന്ന് റിജക്ഷൻ തന്ന് ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ എൻ്റെ ഒരു കേസിൽ ഞാൻ ഇതിനൊരു പെർഫെക്റ്റ് ഡബിൾ ടോപ്പ് പാറ്റേൺ ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കരുതുന്ന ഡബിൾ ടോപ്പ് പാറ്റേൺ എപ്പോഴും ഈ ഒരു രീതിയിൽ, അതായത് ഇങ്ങനെയായിരിക്കും ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഈ ഒരു ടോപ്പിന് ഒരിക്കലും ഈ അടുത്ത ടോപ്പ് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകാൻ പാടില്ല. കാരണം സെല്ലേഴ്സ് അവിടെ സ്ട്രോങ് ആണെങ്കിൽ അങ്ങനെ പോകേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ പക്ഷെ നല്ല മുകളിൽ ഒരു ജസ്റ്റ് ഒരു സീപ്പ് തന്നിട്ടുമുണ്ട്. ഓക്കെ, നോക്കിപ്പോൾ അടുത്തിലേക്ക് വരാം. നമ്മുടെ നെക്സ്റ്റ് ലോജിക്കിലോട്ട് നമുക്കൊരു 3 മിനിറ്റ് 5 മിനിറ്റിലോ 3 മിനിറ്റിലോ പോയി നമുക്കൊരു കാര്യം മനസ്സിലാവും. മാർക്കറ്റ് അവിടെ നിന്ന് രജിസ്ട്രേഷൻ തരുന്നെങ്കിലും മുകളിലോട്ട് ഈ ഒരു ട്രെൻഡ് ലൈനിലേക്കോട്ട് ഇവിടെയും ഫോം ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മാർക്കറ്റ് നമുക്കിവിടെ കൺഫ്യൂസ് ചെയ്യാൻ, അതായത് മാർക്കറ്റ് മുകളിലോട്ടും താഴോട്ടും ലിക്വിഡിറ്റി ഫോം ചെയ്താണ് വരുന്നത്. പക്ഷേ ഹയർ ടൈം ഫ്രെയിമിലാണ് താഴത്തെ ലിക്വിഡിറ്റി മാക്സിമം ഫോം ചെയ്തത്. അപ്പം നമുക്ക് ആ ഒരു ഹയർ ടൈം ഫ്രെയിമിലാണ് വിശ്വസിക്കുന്നത്. ഹയർ ടൈം ഫ്രെയിം ഓൾറെഡി ഡൗൺ സൈഡിലാണ്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു. പക്ഷേ ഈ ബ്രേക്ക് ഔട്ട് ഞാൻ ട്രേഡ് എടുക്കാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസ് ആണ് മാർക്കറ്റിൽ വേണ്ടത്. മാർക്കറ്റിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി എപ്പോഴും കിട്ടും. നമ്മൾ ചാടിക്കടി ട്രേഡ് എടുക്കേണ്ട ഒരു കാര്യമില്ല. അതിനുശേഷം ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം മനസ്സിലായി മാർക്കറ്റ് താഴോട്ട് വീണ്ടും വന്നു. ഇതൊരു ട്രാപ്പായിട്ട് ബയേഴ്സിനെ ഇവിടെ അട്രാക്ട് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരികയാണ്. മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻസ് മൈക്രോ ട്രെൻഡ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു മൈക്രോ ട്രെൻഡ് റിജക്ഷൻ നമുക്ക് ഈ ഒരു ടോപ്പിൽ നിന്ന് ബോട്ടം വരെ നമ്മൾ ഫിബ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും 50% റിജക്ഷൻ തന്നിട്ടാണ് മാർക്കറ്റ് താഴോട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. അതുപോലെ ഈ ഒരു മൈക്രോ ട്രെൻഡ് ലൈനും ഉണ്ട്. മാർക്കറ്റ് ഈ ഒരു ബ്രേക്ക് എന്നത് വിത്ത് ഹൈ വോളിയത്തോടാണ്. നമുക്കിവിടെ 2 ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 1 അവർ ടൈം ഫ്രെയിമിലെ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്കും പിന്നെ ഈ ഒരു 3 മിനിറ്റിൻ്റെ ട്രെൻഡ് ലൈൻ ബ്രേക്കും. അപ്പോൾ നമുക്ക് ഡബിൾ കൺഫർമേഷൻ കിട്ടി. ഓൾറെഡി ഇവിടെ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ടാണ് താഴോട്ട് വന്നത്. നമുക്കിത് മൂന്നാമത്തെ ഒരു കൺഫർമേഷനായി. പിന്നെ ഈ റെസിസ്റ്റൻസ് ലെവലിൽ നിന്നാണ് മാർക്കറ്റ് താഴോട്ട് വരുന്നത്. അത് നമ്മളെ
നാലാമത്തെ കൺഫർമേഷനായി. 50% ഓൺ എന്നുള്ള റിജക്ഷനാണ് നമ്മുടെ അഞ്ചാമത്തെ കൺഫർമേഷനായി. അതുപോലെ തന്നെ മാർക്കറ്റ് താഴെ നിന്ന് ഒരു ഫിബ് ലെവലിലും റിജക്റ്റ് ചെയ്യാതെ ഡയറക്റ്റ് 61.8%ൻ്റെ റിജക്ഷനാണ് വന്നത്. അതും നമുക്കൊരു കൺഫർമേഷൻ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഷോർട്ട് എൻട്രിയിലോട്ട് ഇടിക്കുകയാണ്. നമ്മൾ ഷോർട്ട് എൻട്രി എടുത്തു. നമുക്ക് ഇവിടെ നമ്മുടെ സ്റ്റെപ്പ് അനുസരിച്ച് ബ്രേക്ക് ചെയ്ത ക്യാൻഡലിൻ്റെ ലോ, അതായത് ഈ വോളിയത്തോടെ ബ്രേക്ക് ചെയ്തതിൻ്റെ ലോയിൽ നമ്മൾ എൻട്രി എടുത്തു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു സെറ്റ് ചെയ്തു. കാരണം ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി സീപ്പ് ചെയ്ത് താഴോട്ട് വന്നത്. അപ്പോൾ വീണ്ടും ഇതിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റിൽ ഈ ഏരിയയിലുള്ള എല്ലാ സ്റ്റോപ്പ് ലോസ് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ ഒരു ഏരിയ വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഒരു സിമ്പിൾ ലോജിക്കാണത്. അതിനുശേഷം ഈ ഒരു ഏരിയ നമുക്കൊരു സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അതിന് ആ ഒരു ഏരിയയിൽ നമ്മുടെ ടാർഗറ്റ് സെറ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ ട്രേഡ് എന്തായാലും സക്സസ് ആണ്. ഈ ഒരു ട്രെയിനിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ കണക്ക് ഒരിക്കലും ഞാൻ എൻ്റെ ട്രേഡിൻ്റെ സക്സസ് റേഷ്യോ കാണിക്കാനൊന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ട്രേഡേഴ്സ് സ്വന്തമായൊരു സെറ്റപ്പ് ഫോം ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുകയാണ്. ഒരുപക്ഷെ അവരെ ഈ വീഡിയോ സഹായിക്കുമെന്നൊരു വിശ്വാസത്തിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രോഫിറ്റോ എൻ്റെ ലോസോ ഒന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ട്രേഡ് ലോജിക്കുകളും മാത്രമാണ് ഞാൻ ഇതിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.